റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ റവന്യൂ ചെലവിന് വേണ്ടി ചെലവാക്കുന്ന പണത്തിൽ 63% ചെലവാക്കുന്നത് സ്വന്തമായ വരുമാനത്തിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നു കേരളത്തിന്. ആകെ 100 രൂപ ചെലവാക്കുമ്പോൾ 63 രൂപയും കേരളം തനതായിട്ട് ഉണ്ടാക്കേണ്ടി വരുന്നു. എന്നാൽ ഇന്ത്യൻ ആവറേജ് മറ്റു പല സംസ്ഥാനങ്ങളും 53 ചെലവാക്കേണ്ടി വരുന്നുള്ളൂ. ചില സംസ്ഥാനങ്ങൾ 30-40% ചെലവാക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ കേന്ദ്രത്തിൻ്റെ പലതരത്തിലുള്ള ഗ്രാൻറ്റും ടാക്സ് ഡിവിഷനുമാണ്. കേരളത്തിന് അത് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളാരും പറഞ്ഞതല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ചാണ്. അതുകൊണ്ട് ഈ തരത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ്, GSTയുടെ വെട്ടിക്കുറവ്, 50,000 കോടിയിലധികം വന്ന വെട്ടിക്കുറവുള്ളതുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു. 24,000 കോടി. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും തരും. പൂർണ്ണമായി തരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഭാഗമെങ്കിലും ഞാൻ പറയുന്നത് അത് അത്യാവശ്യമായി നമുക്ക് കിട്ടേണ്ടതാണ്. 3ാം മോഡി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ 2 സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തു, ആന്ധ്രയ്ക്കും ബീഹാറിനും. നിങ്ങൾക്കറിയാം, നമുക്കൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് തന്നിട്ടില്ല. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ ഒന്നും സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും കേരളം തനതായി ഉണ്ടാക്കേണ്ടി വരുന്ന പണത്തിൻ്റെ പോലും ഉണ്ടാക്കേണ്ടി വരാത്ത സ്റ്റേറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കത് വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.